സ്പെയിനിലെ ചിംബാലയിൽ 1370 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ചിംബാലയിലെ പള്ളിവികാരിയായിരുന്ന ഫാദർ തോമസോയ്ക്ക് ദിവ്യകാരുണ്യത്തിലെ യേശു സാന്നിധ്യം സംശയമായിരുന്നു. അദ്ദേഹം കടുത്ത സംശയത്തോടെയാണ് എന്നും ബലിയർപ്പിച്ചിരുന്നത്. ഒരിക്കൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂദാശവചനങ്ങൾക്ക് ശേഷം തിരുവോസ്തി ഉയർത്തിയപ്പോൾ തിരുവോസ്തി മാംസമാകുകയും അതിൽ നിന്ന് രക്തം ഇറ്റിറ്റു വീഴുകയും ചെയ്തു. അൾത്താരയിലെ വിരികൾ ചോരയിൽ കുതിർന്നു. പശ്ചാത്താപ വിവശനായ അദ്ദേഹം തൻ്റെ സംശയത്തെ ഓർത്ത് കരയുവാൻ തുടങ്ങി. അവിടെ കൂടിയിരുന്ന വിശ്വാസികളെല്ലാവരും ഈ അത്ഭുതത്തിന് സാക്ഷികളായി. ഈ അത്ഭുതം അതിവേഗം എല്ലായിടത്തും പരന്നു. ഈ ദിവ്യാത്ഭുതം ഇന്നും എല്ലാ വിശ്വാസികളുടെയും ആരാധനയ്ക്ക് പാത്രമായി ആ ദേവാലയത്തിൽ നിലകൊള്ളുന്നു. രക്തത്തിൽ കുതിർന്ന അൾത്താരവിരി സെപ്റ്റംബർ 12 വിശുദ്ധ രക്തത്തിൻ്റെ തിരുനാളിന് വിശ്വാസികളുടെ പരസ്യവണക്കത്തിന് പ്രദർശിപ്പിച്ചു വരുന്നു. ഏറ്റവും സംശയിക്കപ്പെടുന്ന രഹസ്യമെന്നാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം വിശേഷിക്കപ്പെടുന്നത്. തൻ്റെ വിശ്വാസമില്ലായ്മയ്ക്ക് ദൈവം നൽകിയ മറുപടിയാണ് ഇതെന്ന് മനസ്സിലാക്കിയ ഫാദർ തോമസോ പശ്ചാത്താപ വിവശനായി ശിഷ്ടകാലം ഒരു സന്യാസിയെപ്പോലെ പ്രാർത്ഥനയിലും പാപപരിഹാര പ്രവർത്തനത്തിലും മുഴുകി ആശ്രമജീവിതം നയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ നിന്നും മഹാ അത്ഭുതമായി നിലകൊള്ളുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ സഭയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധിയിലും അങ്ങയോട് മാത്രമുള്ള ആരാധനയിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകാഗ്നിയിലും സഭയെ നയിക്കുവാൻ കനിവുണ്ടാകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.